പഴനിയിൽ നിന്നും നമ്മൾ നേരെ പോയത് കൊടൈക്കനാലിലോട്ടാണ്. കൊടൈക്കനാൽ ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് യാത്രയായിരുന്നു. കൊടൈക്കനാലുള്ള അത്യാവശ്യം ലക്ഷൂറിയസ് റിസോർട്ടുകളിൽ ഒരെണ്ണമാണ് ഈ കൊടൈ റിസോർട്ട് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് എമിനിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, അത്യാവശ്യം സ്പേഷ്യസ് ആണ്, നല്ല ആംബിയൻസ് ആണ്. പിന്നെ ക്ലൈമറ്റിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മളൊരു ഉച്ചയായി ഇവിടെ എത്തുമ്പോഴത്തേക്കും ലഞ്ച് നമ്മൾ പുറത്തുനിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കോട്ടേജസിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ റിഫ്രഷ്മെൻറ്റ് റൂമാണിത്. അച്ഛനും മോനും കൂടെ ടേബിൾ ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ബാൽക്കണി വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡിലാണ് ഇവരുടെ റെസ്റ്റോറൻറ്റ് സ്പേസ് വരുന്നത്. ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല ഹൈറ്റിലാണല്ലോ. അപ്പോൾ താഴേക്ക് നോക്കുമ്പോഴത്തേക്കും ഈ കൊടൈക്കനാൽ സിറ്റി മൊത്തം കാണുന്ന രീതിയിലാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കോട്ടേജ് കണ്ടാലോ, ഡോറ് നേരെ തുറന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആ ഒരു ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും ടി വി സ്പേസും എല്ലാം കൂടെയാണ്. റൈറ്റ് സൈഡിലാണ് ബാൽക്കണി വരുന്നത്. ബാൽക്കണി നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ഈ കാണുന്ന പോലെ ഒന്നല്ല, ശരിക്കും നമ്മുടെ കണ്ണിൽ കാണാൻ കോട മൊത്തം മൂടിയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്നും കാണാണ്ടായിരുന്നില്ല. ഫുൾ വൈറ്റ് കളറായിട്ട് മൂടി കിടക്കുമായിരുന്നു. നല്ല രസമായിരുന്നു. പൊതുവേ നമുക്ക് ബാൽക്കണി ഇത്രയും സ്പേഷ്യസ് ആയിട്ട് അങ്ങനെ കിട്ടാറില്ല. ഇതെന്തായാലും അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചിനി നേരെ റൂമിലോട്ട് തന്നെ ഇറങ്ങുകയാണ്. ലിവിങ്ങിലേക്കാണ് ഇറങ്ങുക ഈ ഒരു ബാൽക്കണിയിൽ നിന്ന്. ലിവിങ്ങിൽ നിന്നും നമ്മൾ റൈറ്റിലേക്ക് ടേൺ എടുത്തു കഴിഞ്ഞാൽ ബെഡ്റൂം സ്പേസ് ആയി. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് തന്നെ നിങ്ങൾ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നുണ്ടല്ലോ ബെഡ്റൂം. ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നല്ല നീളത്തിലുള്ള കണ്ണാടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എവിടെ പോയാലും ആദ്യം തപ്പുക ഒരു ഫുൾ മിറർ ഉണ്ടോ എന്നുള്ളതാണ്. പിന്നെന്താ, വാഷ് സ്പേസും ബാത്ത് സ്പേസും ടോയ്ലറ്റ് സ്പേസും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ പാർട്ടീഷൻ ഉണ്ട്. പിന്നെന്താ, കുട്ടികൾക്ക് ഇവിടെ ഒരു പ്ലേ ഏരിയയിലുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നേരം ഇരുട്ടി. രാത്രി 7:30 മണിയായപ്പോഴത്തേക്കും നമ്മുടെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു ക്ലൈമറ്റിൽ ക്യാമ്പ് ഫയറിൻ്റെ ആ ഒരു സുഖം പറഞ്ഞറിയിക്കണ്ടല്ലോ അല്ലേ. അങ്ങനെ അടിച്ചു പൊളിച്ചു തിമിർത്ത് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞുപോയി. രാത്രിയായി. ഗുഡ് നൈറ്റ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ പഴനിയിൽ നിന്ന് നേരെ കൊടൈക്കനാലിലോട്ട് വന്നു. ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തു. അപ്പോൾ ഇന്ന് രാവിലെയായി. ഞങ്ങളൊരു ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളിവിടെ താമസിക്കുന്നത് കൊടൈ റിസോർട്ടിലാണ്. നല്ല അടിപൊളി സ്റ്റേ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല തണുപ്പാട്ടോ. ക്ലൈമറ്റ് ഒരു രക്ഷയില്ല. രാത്രി ആവുമ്പോ എന്താ പറയാ, നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്. അപ്പൊ ഞങ്ങള് 3 പേര് മാത്രല്ലല്ലോ, എന്റെ ഒരു ഫ്രണ്ടും ഫാമിലിയും ഉണ്ടായിരുന്നു. അപ്പൊ അവരപ്പുറത്തെ റൂമിലുണ്ട്. എന്റെ ഫ്രണ്ടും ഉണ്ട്. പിന്നെ എന്താ പറയുന്നത്, നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം വരുന്നത് 8:15 to 9 ആണ്. അപ്പൊ അപ്പോഴേക്കും നമ്മള് ഒരു കാലി ചായ കുടിച്ചിട്ട് പോവാന്ന് വിചാരിക്കുകയാണ്. നമ്മളെന്ന് വിചാരിക്കുന്നത് എന്താ വെച്ചാൽ രാവിലെ തന്നെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ട് പോകുന്ന വഴി ലേക്ക് വ്യൂ ഉണ്ടല്ലോ, ഇവിടെ ലേക്ക് വ്യൂ ഒക്കെ ഒന്ന് കണ്ട് രാവിലെ സൈക്ലിംഗ് ഒക്കെ ഉണ്ട് ഒരു സ്ഥലത്ത്. ലേക്ക് വ്യൂവിന്റെ സൈഡിലൂടെ ഫുൾ സൈക്ലിംഗ് ഉണ്ട്. പക്ഷെ ഭയങ്കര വലിയ ലേക്കാണ്. സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പൊ നമുക്ക് തിരിച്ച് കോഴിക്കോട് രാത്രിയെങ്കിലും എത്തണമല്ലോ. അപ്പം പ്ലാനിങ് എങ്ങനെയാ വെച്ചാൽ 12 മണിക്കെങ്കിലും ഇറങ്ങിയാലേ ഉള്ളൂ നമ്മൾ കോഴിക്കോട് രാത്രി 10 മണിക്ക് ആവുമ്പോഴെങ്കിലും എത്തുള്ളൂ. നാളെയൊക്കെ സ്കൂളല്ലേ, ഇന്ന് തന്നെ ചോട്ട് സ്കൂളൊക്കെ ഒഴിവാക്കിയതാണ്, ശിശുവായിട്ട് ലീവ് ആക്കിയതാണ്. അപ്പൊ അങ്ങനെ അത് പാൽപ്പൊടിയാണ് ചോട്ട്. നിനക്ക് ചായയാണോ കാപ്പിയാണോ വേണ്ടത്? ചായ ആണെങ്കിൽ ടീ ബാഗ്, കോഫിയോ നമുക്ക് ഇതിട്ടാ മതി. നമ്മൾ താമസിക്കുന്ന കോട്ടേജും ഈ ആംബിയൻസും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അവിടെ കാണുന്നില്ലേ കുറേ ചെയേഴ്സ് ഇട്ടിട്ട്, അവിടെ നല്ല അടിപൊളി ക്യാമ്പ് ഫയറും മ്യൂസിക്കും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അതിൻ്റെ വിഷ്വൽസ് ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതാ കേട്ടോ, ഇങ്ങനെ വരുന്നുണ്ട് ഓരോ ബാൽക്കണി, ഓരോ കോട്ടേജസിന്. അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതാ നേരെ നോക്കിയാൽ കാണുന്ന അവിടെ ഒരു ചെറിയൊരു പ്ലേ ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലോണം ഗ്രാസ് വിരിച്ചിട്ടേ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വിഷ്വൽസ് ഞാൻ ക്യാമറയിലല്ല ഫോണിലെടുക്കുന്നതുകൊണ്ട് അത്രയും ഭംഗി നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും നല്ല ഭംഗിയാണ്. പിന്നെ അതാ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു സീറ്റിംഗ് സ്പേസ് ഉണ്ട്. പിന്നെ ഇതിലൂടെയൊക്കെ നമുക്ക് നടക്കാം കേട്ടോ. അപ്പം ഇങ്ങനെയാണ് കൊടൈ റിസോർട്ടിൻ്റെ നമ്മുടെ കോട്ടേജ് വരുന്നത് ആ ഒരു സൈഡിലായിട്ട് മുകളിലാണ് വരുന്നത്. നമുക്ക് ഇതിലൂടെ കയറാം അല്ലേ, ഇതിലൂടെ കയറാം. ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുക കേട്ടോ മൊത്തത്തിൽ. നല്ല സുഖമുള്ളൊരു തണുപ്പാണ് കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ട് വിറങ്ങലിക്കുന്ന തണുപ്പ്, നല്ല സുഖമുള്ളൊരു തണുപ്പ്. സെറ്ററൊന്നും ആവശ്യമില്ല, നല്ല സുഖമുണ്ട്. പക്ഷേ ഇന്നലെയൊക്കെ ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു. അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. എന്തായാലും ഞാനിതൊന്നും ഇങ്ങനെ ചുറ്റി കാണിക്കട്ടെ. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. പിന്നെ ഈ സൈഡിൽ ഇതാ അവിടെ കണ്ടോ ഇങ്ങനെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ ഇതാ ഈ അയണിൻ്റെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതവിടെ കണ്ടോ, ഈ ഒരു ചെയർ ഉണ്ടല്ലോ, നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര വെയ്റ്റ്ലെസ് ആണെന്ന്. പക്ഷേ അല്ല, ഭയങ്കര വെയിറ്റാണ്. അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെയർ. ഇത് അയണെന്ന് തോന്നുന്നുണ്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ അവിടെ ശിശോപേട്ടൻ ഫ്രഷായി കഴിഞ്ഞു. ഇനി ചോട്ടു ഫ്രഷ് ആവാൻ പോയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനും കൂടെ ഫ്രഷായിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ അങ്ങനെ ഞാൻ ഡ്രസ്സൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കൊടൈക്കനാലിലോട്ടൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നേരത്തെ നല്ല ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് സെറ്റായി നിന്നേനെ. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ എന്തിടും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ട്രാവൽ ചെയ്യാൻ പാകത്തിന് വേണ്ടിയിട്ട് അത്രയും കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഞാൻ പോയിട്ട് ഫ്രഷ് ആവട്ടെ. ഫ്രഷായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പം കാണാം. ഫുഡൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയാം. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ പതിയെ എഴുന്നേറ്റ് നടക്കാം അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് കാണിച്ചു തരുമ്പം നമ്മൾ വീഡിയോ എടുത്ത് വയ്ക്കുമ്പം നമുക്കും പിന്നീട് അത് നോക്കുമ്പോൾ അതൊരു ഓർമ്മയല്ലേ. പക്ഷേ ഈ ട്രൈപോഡ് ഇല്ലാതെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കണ്ടോ, അത്യാവശ്യം ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ, ഇന്നലെ വന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതും ഫോണിൽ തന്നെ ആയതുകൊണ്ട് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ എന്തായാലും എടുത്ത ഫോട്ടോസൊക്കെ. ഈ ഒരു മരം നല്ല ഭംഗിയുണ്ട് കേട്ടോ. കണ്ടോ, ഈ പുല്ലിൽ ഫുള്ള് മഞ്ഞ് പെയ്ത് കിടന്നിട്ടേ എൻ്റെ സോക്സ് മൊത്തം നനഞ്ഞു. രാത്രി പക്ഷേ സോക്സ് ഇല്ലാതെ കിടക്കാനും പറ്റില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ നമുക്കിനി ഇങ്ങനെ നമ്മുടെ റൂമിലോട്ട് നടക്കാം. ഓക്കെ, പഴനിമല അടിപൊളിയായിട്ട് കയറി. ഇവിടുത്തെ സ്റ്റെപ്പ് കയറാൻ കഴിയുന്നില്ല. അതാണ് ഭഗവാന്റെ ഒരു എന്താ പറയുന്നത് കടാക്ഷം എന്ന് പറയുന്നത്. അപ്പം ഞാൻ വീണ്ടും എൻ്റെ 120-ാം റൂം നമ്പറിലെത്തി. ഇനി ഞാൻ അകത്തോട്ട് പ്രവേശിച്ച് ഡ്രസ്സൊക്കെ മാറ്റട്ടെ കേട്ടോ. ആഫ്റ്റർ ഫുഡ് കഴിക്കാൻ നന്നായിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് എഗ് ബുജ്ജി എടുത്തിട്ടുണ്ടായിരുന്നു. എഗ്
പിടിച്ച് പോവാം. വട നല്ല ക്രിസ്പിയാണ്. വട നല്ല ക്രിസ്പിയാണ്. റെഡ് ചട്നി കൂട്ടി കഴിക്കട്ടെ. നല്ല വട വട നല്ല ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഇഡ്ഡലി നമ്മൾ സോഫ്റ്റാണ്. ഇതൊന്ന് ചട്നി കൂട്ടി കഴിക്കട്ടെ. ഞാൻ സാമ്പാർ ഇട്ടില്ല ഇഡ്ഡലിക്ക്. അങ്ങനെ കോടി റിസോർട്ടിനോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ കോഴിക്കോടേക്ക് തിരിക്കുകയാണ്. ഈ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് രാത്രിയാകുമ്പോൾ തിരിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പോകുന്ന വഴി സൂയിസൈഡ് പോയിന്റിലും ലേക്കിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലി. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇതെൻ്റെ ഫ്രണ്ടും ഫാമിലിയുമാണ്. നമ്മൾ ഒരുമിച്ച് ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട്. എൻ്റെ ഫ്രണ്ട് സിജ്മയാണ് കേട്ടോ. അങ്ങനെ ഇനിയിപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും റൈഡ് ചെയ്യാൻ പോകാമെന്ന്. ഞാൻ റൈഡ് ചെയ്തിട്ടൊന്നുമില്ല, ചുമ്മാ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആ പാവത്തിൻ്റെ മുകളിൽ ഒന്ന് വലിഞ്ഞ് കയറിയതാണ്. കണ്ടോ, പാവത്തിനെ പോലെ ഇരിക്കുന്നത്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ 2 പേർക്ക് ഇരിക്കാവുന്ന ഈ സൈക്ലിംഗ് ചെയ്തത് കേട്ടോ. ചോട്ട് പിന്നെ അടിപൊളിയായിട്ട് സൈക്കിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര വലിയ വ്യൂ ആണ്, ഒരു രക്ഷയില്ല. ഇത്ര നീളത്തിൽ പോയിട്ടൊന്നും തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂറിനാണ് കേട്ടോ സൈക്കിളിൻ്റെ ടൈം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സൈക്കിളൊക്കെ ചെയ്ത് കഴിഞ്ഞു, തിരിച്ച് സൈക്കിൾ കൊടുക്കുകയാണ്. എൻ്റെ പുത്രന് ഒട്ടും തന്നെ സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നുള്ളതാണ്. അവർക്ക് എത്ര ഓട്ടിയിട്ടും മതിയാവുന്നില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. മക്കൾക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ല കേട്ടോ. ഇത്രയും നീണ്ടു കിടക്കുന്ന ലേക്കാണ്. ഒരു 1/4 ഭാഗം പോയപ്പോഴേക്കും മനുഷ്യൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പോരാ, ഇനിയും പോകണം. നമ്മൾ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പോൾ തന്നെ സമയം 10:45 ആയി. അപ്പം ഇനി ഇവിടെ ഇതിൻ്റെ പുറകിലൊരു എന്തൊക്കെയോ സംതിങ് പാർക്കൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് കയറുന്നില്ല. നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റിലും ഫോക്കസിലൊക്കെ ഉള്ള ഗെയിം പാർക്കില്ലേ, അതൊക്കെ പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് കയറുന്നില്ല. സൂയിസൈഡ് പോയിന്റിലൊന്ന് പോകണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം അങ്ങോട്ട് പോവാം എന്ന് വിചാരിക്കുകയാണ്. ഈ ക്യാപ്പ് അഴിച്ചു കഴിഞ്ഞാൽ തനി മുട്ടയാണ്. എന്താ ഇങ്ങനെയാണ്. ഈ സൈക്ലിംഗ് ചെയ്തതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഇങ്ങനത്തെ കുറേ ഗെയിം സെൻറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ ഒരു ബലൂണും ഈ ഒരു ഗണ്ണും വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഷൂട്ട് ചെയ്യാം. നമ്മൾ വിചാരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. ഒട്ടും എളുപ്പമല്ല. നമ്മൾ വിചാരിക്കുന്ന വഴിക്കേ ആയിരുന്നില്ല അതിൻ്റെ ബുള്ളറ്റ് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് സത്യം. പിന്നെ ചോട്ടിന് ഭയങ്കര ഇഷ്ടമാണ് ഷൂട്ടിങ്. ഇവിടെ ഗൺ കളക്ഷൻ വീഡിയോ തന്നെ അവൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അവനുണ്ടാക്കിയതും വാങ്ങിയതും എല്ലാം കൂടെ. അപ്പോൾ നമ്മൾ അവിടുന്ന് അത് കഴിഞ്ഞതിന് ശേഷം നേരെ സൂയിസൈഡ് പോയിന്റിലോട്ട് പോയി അവിടുത്തെ എൻട്രി ടിക്കറ്റൊക്കെ എടുത്തു. എവിടെ പോയി കഴിഞ്ഞാലും ഈ ഒരു സംഭവം കണ്ടാലുണ്ടല്ലോ അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യും എൻ്റെ നടത്തം. മാങ്ങ അതൊരു വികാരം തന്നെയാണ്, പ്രത്യേകിച്ച് പച്ചമാങ്ങ അല്ലേ. ഇത് കാണുമ്പോൾ എൻ്റെ വായ വീണ്ടും പൊളിക്കുന്നു കേട്ടോ. അപ്പം സൂയിസൈഡ് പോയിന്റിലെ വ്യൂ എന്ന് പറയുന്നത് എൻ്റെ മൊബൈലിൽ സത്യത്തിൽ എനിക്ക് ക്യാപ്ചേർഡ് ആയിട്ടില്ല. ആ നേരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വ്യൂ കാണാം. പക്ഷെ അവിടെ കയറി നിന്നപ്പോഴത്തേക്കും മൊത്തം കോട ഇറങ്ങിയിട്ട് ഒന്നും കാണാനുണ്ടായിരുന്നില്ല. എല്ലാം പുക മൂടി കിടക്കായിരുന്നു വൈറ്റ് കളറിൽ. നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു കാലാവസ്ഥ. ആ ഒരു ഹൈറ്റിലാണല്ലോ നമ്മളുള്ളത്. അപ്പം കണ്ണിനും മനസ്സിനും ഒക്കെ ഒരു പ്രത്യേക കുളിർമയൊക്കെ ആയിരുന്നു. ചോട്ടു ഈ ചെയ്യുന്ന ഈ ബബിള് കണ്ടോ, അതിൻ്റെ ഒരു കളറും വലിപ്പമൊക്കെ വ്യത്യാസമില്ലേ. നമ്മൾ നോർമലി കാണുന്ന ബബിൾസിനേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട്. ചോട്ടുവിനേക്കാളും കുട്ടിയാണ് ഞാൻ. അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പിടിച്ചിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ നമ്മൾ ആ പൈൻ ട്രീസിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഒന്ന് കുറച്ച് നടന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ യാത്ര തിരിക്കാനുള്ള പരിപാടികളിലാണ്. അപ്പം കുറച്ച് ദൂരം കേട്ടോ, ഒരുപാട് ദൂരമൊന്നും ഉള്ളോട്ട് പോയില്ല. നമുക്ക് അതിന് മാത്രമുള്ള സമയമില്ലായിരുന്നു. കുറച്ച് ദൂരമൊക്കെ ഒന്ന് നടന്നു, പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് കാറിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. കാറിലോട്ട് കയറാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കൊടൈക്കനാൽ യാത്രയും ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ ലാസ്റ്റ് സെൽഫി ആയിരിക്കും കേട്ടോ ഇത്. അതായത് കൊടൈക്കനാലിലുള്ള ലാസ്റ്റ് സെൽഫി. അങ്ങനെ നമ്മൾ കോഴിക്കോടേക്ക് യാത്ര തിരിച്ചു. ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു.